ഇവിടെ വന്നിട്ട് നമ്മളങ്ങനെ പുറത്ത് പോകുന്നത് വളരെ കുറവാട്ടാ. ഒന്നാമത് ഭയങ്കര ചൂടാ. ചൂടുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല. പിന്നെ സ്ഥലങ്ങളൊന്നും നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടില്ല. പിന്നെ അധികം സ്ഥലങ്ങളൊന്നും അടുത്തൊന്നും ഇല്ല കാണാനായിട്ട്. കുഞ്ഞുങ്ങളുമായിട്ട് കറക്കം മൊത്തം ടൂ വീലറിലല്ലേ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മാമാ എർത്തിൻ്റെ ആണ്. SPF 50+ ആട്ടോ ഉള്ളത്. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ടൂ വീലറിൽ പോകുമ്പോൾ മാക്സിമം ഒരു സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് നമ്മളങ്ങനെ ഒഴിവാക്കി വിടുന്നൊരു സാധനമാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. പക്ഷേ മസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാട്ടോ. അപ്പോൾ റെഡി ആയിട്ട് ഞങ്ങൾ പോകാൻ പോകും. വീടിനടുത്ത് തന്നെയാണ് കേട്ടോ, കുറച്ച് ദൂരമുള്ളേ. ഗൂഗിളിൽ ഞങ്ങൾ മാപ്പൊക്കെ ഇട്ട് കണ്ടുപിടിച്ചു റൂട്ട് എങ്ങനെയാണ്. ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പൊതുവേ ഇങ്ങനെ വഴികൾ ഭയങ്കര പാടാന്നേ. ഞാൻ എത്ര പോയാലും പഠിക്കത്തില്ല. ഞാൻ ഏട്ടൻ്റെ പുറകിലിരുന്ന് പോകുന്നത് കാരണം ഞാൻ ശ്രദ്ധിക്കാറുമില്ല ഈ വഴി എങ്ങനെയൊക്കെയാണെന്നൊക്കെ. അതൊക്കെ ഏട്ടൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് വിചാരിച്ച് അങ്ങനെ സമാധാനത്തെ ഇരിക്കും. പക്ഷേ ഇപ്പോൾ സ്വന്തമായിട്ട് വഴി കണ്ടുപിടിച്ച് പോകാൻ വരുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ പിന്നെയും മറന്നു പോകും. പിന്നെ മോനൂട്ടന് ആ ഒരു കഴിവുണ്ട് കേട്ടോ. അവനിങ്ങനെ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ അവനിങ്ങനെ ഓർത്ത് വയ്ക്കും. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. അങ്ങനെ വീടൊക്കെ പൂട്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. ഇവിടുത്തെ ചാവി ഉണ്ടാ, ഒരു ആയുധമായിട്ട് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി കൈ വെക്കാം കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഒരടി കൊടുത്താൽ അത്യാവശ്യം ഒന്ന് പെരുമാറാൻ പറ്റിയൊരു ആയുധമാണ് ഈ താക്കോൽ കേട്ടോ. ഇച്ചിരി വെയിറ്റും ഉണ്ട്. കുഞ്ഞപ്പനെ നമ്മൾ സെക്യൂറാക്കി വെക്കുന്നത് എൻ്റെയും മോനുട്ടൻ്റെയും ഇടയിലിരുത്തിയിട്ടാട്ടാ. ഇങ്ങനെ കയറിയിട്ട് ആ കുഞ്ഞി കൈ കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴേ നല്ല രസമാട്ടോ. അങ്ങനെ അറിയാത്ത വഴികളിലൂടെയൊക്കെ ഞങ്ങളിങ്ങനെ പോവാട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഈ അറിയാത്ത വഴിയിലൂടെയൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു രസമാണ്, ഒരു ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ പുതിയ വഴികളൊക്കെ കണ്ടുപിടിച്ച് പുതിയ സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഓക്കെ. ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ആയതുമായിട്ട് ആ ഒരു പേടി ആദ്യം ഉണ്ടായിരുന്നു അങ്ങ് മാറി കേട്ടോ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. സാഹചര്യം വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആ പേടി നമ്മളങ്ങ് മാറ്റി വെച്ചിട്ട് അതിനോടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ പറ്റുന്നല്ലേ. മോനൂട്ടനുള്ളതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പേടി തോന്നത്തില്ല കേട്ടോ. കുഞ്ഞപ്പൻ ചെറുതാണെങ്കിലും മോനൂട്ടനും കുഞ്ഞാപ്പിയും തമ്മിൽ ഒരു 5-6 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ മോനൂട്ടനെ എനിക്കിങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ എളുപ്പമാണ്. കുഞ്ഞാപ്പിയെ നമ്മളിങ്ങനെ ഒന്ന് കെയർ ചെയ്താൽ മതി. അപ്പോൾ കുഞ്ഞാപ്പിയെ കെയർ ചെയ്യാൻ അവനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് അവനെ കൊണ്ടുപോകുന്നത് ഒരു റിസ്ക് ആയിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ബാംഗ്ലൂരിലാണെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞി പാർക്കുകളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷേ ഞാൻ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അവസാനം മോനൂട്ടൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ടെന്ന് മനസ്സിലായത്. ഇതൊരു അമ്പലത്തിൻ്റെ അടുത്താട്ടോ ഈ ഒരു പാർക്ക്. എനിക്കും ഒരു എക്സസൈസ് ആവും. കുഞ്ഞാപ്പി ഇങ്ങനെ ആട്ടിക്കൊടുത്തപ്പോൾ ഞാനോർത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നാലേ നമുക്കും ഒരു എക്സസൈസ് ആവുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇനി വരാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നതേ, ഇതൊരു അമ്പലത്തിൻ്റെ കോമ്പൗണ്ടാണ് കേട്ടോ. അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ പാർക്കും വരുന്നത്. ഇതേ നിറച്ച് മഞ്ഞ പൂക്കൾ പിടിച്ചിരിക്കുന്നുണ്ടോ. പൂജയ്ക്ക് എടുക്കുമോ ഈ പൂക്കൾ? ഇല്ലെന്ന് തോന്നുന്നല്ലേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതാട്ടോ അമ്പലം. ഗണപതിയുടെ ടെമ്പിളാട്ടോ ഉള്ളത്. പക്ഷേ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അമ്പലം ഓപ്പണായിട്ട് കിടപ്പുണ്ട്. പൂജാരിയോ ആരും ഇല്ല കേട്ടോ. എന്തായാലും കുറേ നാളിന് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 8-9 മാസത്തിന് ശേഷമാണ് കുഞ്ഞപ്പനും മോനൂട്ടനും ഒരു പാർക്കിലോട്ട് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ എവിടെയും പോയിട്ടില്ല. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. മോനൂട്ടനാണെങ്കിൽ കുഞ്ഞപ്പനെയും കേട്ടിട്ട് സ്വന്തം കാലുകൊണ്ട് തള്ളി ഈ വണ്ടി ഓടിക്കുക കേട്ടോ. ഈ ഒരു റൈഡ് ഇച്ചിരി പാടുപോലെ തോന്നി. പക്ഷെ ഞാനും ഒക്കെ കുഞ്ഞിലെ ഇതിനകത്ത് പോകുമ്പോൾ തന്നെയല്ലോ ആരെങ്കിലും ഇങ്ങനെ ആട്ടിത്തരുമല്ലേ ചെയ്യുന്നതെന്ന് ഞാൻ അപ്പോഴാണ് ഓർത്തത് കേട്ടോ. എന്നിട്ട് ഞാൻ മോനൂട്ടനോട് പറഞ്ഞു, ഇനി നീ തള്ളണ്ട, ഞാൻ കറക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കറക്കി കൊടുത്തു കേട്ടോ. ഇത് ശരിക്കും നമ്മളിങ്ങനെ ഒരു റൗണ്ടിൽ കറക്കിയിട്ട് പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, പണ്ടൊക്കെ ഞാൻ എപ്പോഴൊക്കെ കുഞ്ഞിലേക്ക് പാർക്കിൽ പോകുമ്പം എല്ലാവരും അങ്ങനെ ചെയ്യുമായിരുന്നു. നമ്മൾ തിരിച്ചൊന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും കൂടെ കറക്കും, നമുക്ക് തല ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അത് ഓർമ്മ വന്നുകൊണ്ടത് ഞാൻ ഉള്ളതാണോ എന്തോ, ഞാൻ എന്തായാലും തിരിച്ചൊന്ന് കറക്കിയിട്ട് അപ്പോഴേക്കും ഞാൻ കുഴഞ്ഞു കേട്ടാ. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നിരുന്നു കേട്ടോ. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ചൂടായതുകൊണ്ട് എല്ലാവരും കുറച്ച് ലേറ്റായിട്ടാണെന്ന് തോന്നി ഈ പാർക്കിലോട്ട് വരുന്നത്. നമ്മളെന്തായാലും കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. കാരണം വഴിയറിയാൻ വയ്യത്തല്ലേ, കണ്ടുപിടിക്കണമല്ലോ. പിന്നെ നേരത്തെ തിരിച്ചും പോകണം. അത് കാരണം നമ്മൾ വന്നപ്പോൾ ഇവിടെ അങ്ങ് ആരും ഇല്ല കേട്ടോ. കുഞ്ഞാപ്പി മോനൂട്ടനും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഒരു താത്ത എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനാണ് കേട്ടോ. ഇവിടെ താത്ത എന്ന് പറയുന്നത് ഒരു അപ്പൂപ്പൻ, ഒരു കുഞ്ഞു വാവയുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിപ്പട്ടാളംസൊക്കെ വന്നു കേട്ടോ. നിമിഷ നേരത്തിനുള്ളിലേ നമ്മുടെ മോനൂട്ടനും കുഞ്ഞാപ്പിയും ഇവന്മാരുമായിട്ട് കമ്പനിയായി അവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത് എന്തായാലും നന്നായെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇവന്മാരെ നിർബന്ധിച്ചെങ്കിലും എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, അറിയാത്ത വഴി കൂടെ റിസ്ക് എടുത്ത് പോകണമെന്നുള്ളത്. പക്ഷേ കൊണ്ടുവന്നത് എന്തായാലും നന്നായി. അവന്മാർക്ക് കുറച്ച് സമയം കിട്ടി. കുറേ പുതിയ ഫ്രണ്ട്സിനെയും കിട്ടി. കുറച്ച് സമയമൊന്നും നല്ല എക്സസൈസായി, ഓടി ഒന്ന് കളിക്കാനൊക്കെ തുടങ്ങി. ഇത് തിരിച്ച് വന്ന് കുഞ്ഞാപ്പിയെ കുളിപ്പിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ. അതിനെ ടേബിളിൻ്റെ ചുറ്റിനും ഇട്ട് കറക്കുവാണേ. അവസാനം ഞാൻ പൊക്കി എടുത്തുകൊണ്ടുപോയി കുളിപ്പിച്ചുകൊണ്ട് വന്നു. അപ്പം എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.